നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഫാമിലി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാവട്ടെ, അതല്ല കല്യാണം കഴിച്ച് കയറി വന്നതിന് ശേഷം ഉള്ള ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, അപ്പം ഞാൻ എൻ്റെ പാസ്റ്റുകൾ അവരറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത്, ഞാൻ കഷ്ടപ്പെട്ടത്, എൻ്റെ അമ്മ കഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഞാൻ അനുഭവിച്ച ടോർച്ചറുകൾ, ഒരുപാട് പീഡനങ്ങളും ചതിക്കുഴികളും എല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ വന്ന് നമ്മുടേതായ ആളിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം സമർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അവർ നമ്മുടെ ഒരു അത്താണിയായി നമ്മുടെ സ്ട്രെങ്തായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം തുറന്നു പറയും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ബിഗ് ബോസ് സീസൺ 2 ഞാൻ ചെല്ലുമ്പോൾ അത് മാത്രമല്ല, ഞാനിപ്പോൾ ശരണ്യ എടുത്താണെങ്കിൽ നമ്മളിപ്പോൾ അടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഇന്നലെകൾ നോക്കണ്ട, എൻ്റെ ഇന്ന് വരെ ഇന്ന് തൊട്ട് അങ്ങോട്ടുള്ളത് നോക്കിയാൽ മതി എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഇന്നൊക്കെ ആയിരുന്നു, ചിലപ്പോൾ അത് ബോറടിച്ചു എന്ന് വരാം. പക്ഷേ എൻ്റെ ഒരു ശീലം അനുസരിച്ചിട്ട് നമ്മുടെ പാസ്റ്റുകൾ, അപ്പം ഞാൻ എല്ലാവരോടും കമ്പനി കൂടാനാണ് ശ്രമിച്ചത്. എല്ലാവർക്കും അതറിയാം. ഇപ്പോൾ ആര്യ തന്നെ ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ കേട്ടു. ചേട്ടൻ പറയുന്നൊക്കെ കാര്യങ്ങളാണ്, ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ പലരും എൻ്റെ അടുത്ത് വരാതായി എന്നുള്ളത് ഈ ഗെയിമിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് കയറിയ ഉടനെ എന്നെ എല്ലാവരെയും വെറുപ്പിക്കാനോ മാറ്റാനോ അകറ്റാനോ അങ്ങനെയായിട്ട് ഒരു ശ്രമം നടത്തിയില്ല. പക്ഷേ രതീഷ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം ഒറ്റപ്പെടാൻ വേണ്ടി എല്ലായിടത്തും ചൊറിയുകയും എല്ലാം ചുമ്മാ ഇടപെട്ടിട്ട്, കാരണം മറ്റാർക്കും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലായിടത്തും ഓളം ഉണ്ടാക്കി. അതൊരു ചലനമാണ്. ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു ഉറക്കം തൂങ്ങി വീടാവാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണുകളെ വെച്ച് നോക്കുമ്പം പല സീസണുകളും ഉറക്കം തൂങ്ങി സീസണുകളായിരുന്നു. പക്ഷേ ഈ സീസൺ എന്ന് പറയുന്നത് ഉറക്കം തൂങ്ങാതെ ആദ്യത്തെ ഒരാഴ്ച നല്ല ലൈവായിട്ട് ആക്റ്റീവായിട്ട് കൊണ്ടുപോയത് കുറച്ച് കൂടുതലായി ചില സ്ഥലങ്ങൾ എന്നുള്ളത് നമ്മൾ മാറ്റിവെച്ചാൽ നമ്മൾ കൗതുകപൂർവ്വം നോക്കിയിരുന്നതെന്ന് പറയുന്നത് സീസൺ 6 ഫസ്റ്റ് വീക്ക് രതീഷ് തന്നെയാണ്. പക്ഷെ ചോദിച്ച ചോദ്യത്തിൽ രതീഷ് ഇപ്പം എനിക്ക് തോന്നുന്നു ജാൻമണിയാന്ന് തോന്നുന്നു, ജാൻമണി കെട്ടിപ്പിടിച്ചപ്പോഴോ അങ്ങനെ എന്താ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഷോയിൽ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് വെച്ചിട്ടോ, ഒരു ഉമ്മ കൊടുത്തു എന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ തോളിക്കയിട്ട് നടന്നു എന്ന് വെച്ചിട്ടോ, അതൊന്നും വൺസ് ഇൻ എ വൈൽ അതൊന്നും ഒരു തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഇന്നയാൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും മറ്റുള്ള പലരും. മീൻസ് അർജുൻ, ഞാൻ അപ്പം തന്നെ എൻ്റെ തലയിൽ കത്തി. ആ എപ്പിസോഡ് കണ്ടിരുന്നു, ഞാൻ കണ്ടു. ആ എപ്പിസോഡ് കണ്ടു, ഞാൻ ലൈവ് കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് ബാക്കി അറിയില്ല. അപ്പോൾ എനിക്ക് ആ കണ്ടപ്പോൾ തന്നെ അറിയാം മിക്കവാറും ഇതിനകത്ത് മറ്റേതെങ്കിലും ബ്രില്യൻ്റ് പാർട്ടികൾ ഇത് പൊക്കും. പൊക്കിയിട്ട് അപ്പോൾ മറ്റുള്ളവർ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ മറ്റുള്ള സ്ത്രീകൾ കെട്ടിപ്പിടിക്കുകയാണ്, അല്ലെങ്കിൽ പുരുഷന്മാർ കെട്ടിപ്പിടിക്കുക, പുരുഷന്മാരെ മാറ്റി നിർത്താം, സ്ത്രീകൾ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ല, ജാൻമണി കെട്ടിപ്പിടിച്ചാൽ ഇഷ്ടമല്ല എന്ന തരത്തിൽ ഇതാക്കി തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു അവഹേളനം അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് പോലെ തന്നെ ഉണ്ടാവും. അത് പാടില്ല. അത് പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അല്ല, അതിനപ്പുറം പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് സുരേഷിന്റെ ഒപ്പം നിന്നിട്ട്, അതെ, അത് അടുത്തേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പുരുഷന്മാരിലേക്ക് വന്നത്. പുരുഷന്മാരിൽ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇന്ന ആൾ കെട്ടിപ്പിടിക്കുന്നത്, സുരേഷ് ഏട്ടൻ കെട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇന്ന ഇതിലൂടെ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗേ പരാമർശം കൂടെ അങ്ങോട്ട് വന്നപ്പോൾ അപ്പം അതും ആ ഒരു പറച്ചിലും ഒരു ശരിയല്ല. ഈ രണ്ട് വാക്കുകളാണ് അത് ശരിയല്ല എന്നുള്ളത് അല്ലല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് വാക്കുകൾ ആണ് പുള്ളി പുറത്താവാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രണ്ട് വാക്കുകൾ അത് ഇപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് എപ്പോഴാണ് താങ്കൾക്ക് തോന്നി തുടങ്ങിയത്? ഈ സീസൺ 2 മുന്നേ ആണോ അതോ ആദ്യം മുതൽ? അല്ല, ഒരിക്കലും അങ്ങനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടില്ലല്ലോ. ഒരിക്കലും അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല. നമ്മൾ ഒരാളിനെ ഇൻസൾട്ട് ഇപ്പം നമുക്ക് ശത്രുതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് അയാളെ ഇഷ്ടം അല്ലെങ്കിൽ ഓക്കെ, അത് പറയാം, അത് പാർട്ടാണ്. രണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിലും പബ്ലിക് പ്ലേസുകളിലും നമ്മൾ കാണിക്കേണ്ട കുറേ സാമൂഹ്യ മര്യാദകളുണ്ട്. നമ്മളിപ്പം ബാത്റൂമിൽ ഇടുന്നു പോകുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ ബീച്ചിൽ ഇടുന്ന ഡ്രസ്സല്ലല്ലോ കോളേജിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോവുക. പല പാർട്ടിക്ക് ഇടുന്ന സാധനം ആയിരിക്കില്ലല്ലോ നമ്മൾ വേറൊരു ടെമ്പിളിലേക്ക് അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ. അപ്പം അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു സാമാന്യ ബോധം അല്ലെങ്കിൽ പൊതുബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബിഗ് ബോസിൽ ഇപ്പം ഒരു പ്രണയം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ എവിടെയൊക്കെയോ കമന്റ് കണ്ടിരുന്നു, ഈ പ്രണയം സത്യമല്ല, അല്ലെങ്കിൽ ഈ പ്രണയം ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ ശരണ്യ, അതിന് എതിരെ കമന്റ് ഇട്ടു. ഞാൻ പ്രണയത്തിനെതിരല്ല, അവരുടെ പ്രണയം. പക്ഷെ പൊതുബോധവും ഒരു വകതിരിവും ഉണ്ടാവണം ഒരു പ്രണയത്തിന്, മനസ്സിലായി? എൻ്റെ സീസണിലും ഒരു പ്രണയത്തിൻ്റെ ഒരു സാധനം വന്നു. എന്നോടൊപ്പം പ്രണയിക്കാനായിട്ട് എൻ്റെ സുഹൃത്ത് ഒരാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പേര് എടുത്ത് തന്നെ പറയാം, ദയയുടെ കാര്യം, ദയ അശ്വതി എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? എൻ്റെ സീസൺ കണ്ടിട്ടുണ്ട്. അതിനകത്ത്
ദയ എന്ന് പറയുന്നത് പ്രണയത്തിലിരിക്കുക. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഡയലോഗ് തന്നെ ഇപ്പം സ്വാഭാവിക സ്പോണ്ടേനിയസിൽ വന്നത് ഒരു വകതിരിവുണ്ടാവണം. പ്രണയിക്കുന്നത് തെറ്റില്ല, മനസ്സിലായി. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ അവരുടെ തന്ത്രം അത് തന്നെയാണ്. ഇപ്പോഴും ഈ പറയുന്ന സൈന ഇൻ്റർവ്യൂവിൽ, നിങ്ങളുടെ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ ശരണ്യ കറക്റ്റ് ആ ചോദ്യം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അർത്ഥം അവർ രണ്ടുപേരും വിജയിക്കുന്നു എന്നാണ്, മനസ്സിലായില്ലേ. ഇപ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മൾ പോയാൽ പലരും ജാസ്മിൻ ഗബ്രി ഈ ചർച്ചയേ ഉള്ളൂ. അവരുടെ അവരുടെ ടെക്നിക്കും അത് തന്നെയാണ്. അവരൊരു പണിയും ചെയ്യാതെ ചുമ്മാ കൈ പിടിച്ചുകൊണ്ട്, കൈ പിടിച്ചാന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ ഇവളുടെ കൈ, അല്ലെങ്കിൽ അവൻ്റെ കൈ തിരിച്ചിങ്ങനെ കയ്യിലും പിടിച്ച് ചുരണ്ടി തടവിയും പിടിച്ചു ഇങ്ങനെ അവരെക്കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൻറ് ഇങ്ങനെ കയറി വരുമല്ലോ എന്നാണ് അവരുടെ ധാരണ. രണ്ട്, ഒരു സൈക്കോളജി പഠിച്ചിട്ടുള്ളൊരു വ്യക്തി, ഒരു സൈക്കോ തെറാപ്പി പഠിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരെണ്ണം എന്ന് പറയുന്നത്, ഇവർ ഒന്ന് പരിശോധിക്കണം, നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. ഇവരവിടെ കയറിയിട്ട് 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ ഉടനെ ഈ ഒരു തിക്ക് ഫ്രണ്ട്ഷിപ്പിൽ വന്ന ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഈ ഷോയിൽ കയറുന്നതിന് മുമ്പ് നമുക്കകത്ത് കയറിയാൽ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പദ്ധതികളാക്കാമെന്ന ഒരു പ്ലാനും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരുന്നോ എന്നൊന്ന് അന്വേഷിക്കാൻ. അങ്ങനെ ഒരു ബിഗ് ബോസ് സീസൺ 2 ഉണ്ടായിരുന്ന ആളല്ലേ, അപ്പം നിങ്ങൾക്ക് അതിന് മുന്നേ കണ്ടസ്റ്റന്റുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്? അറിയാൻ പറ്റില്ല, ഞങ്ങൾക്കറിയാൻ പറ്റില്ല. സീസൺ 2 വരെ അറിയാൻ പറ്റില്ല. ചാനൽ നോക്കിയാൽ മതി. സീസൺ 3 മുതൽ കയറുന്നതിന് മുമ്പ് തന്നെ പലരും അവിടെ ഇവിടെയായിട്ട് കണക്ട് ചെയ്ത് PR വർക്ക് തുടങ്ങിയത് എപ്പോൾ തൊട്ടാണ്? സീസൺ 3 തൊട്ടാണ് PR വർക്കുകൾ തുടങ്ങിയത്. ഞങ്ങൾക്കൊന്നും PR എന്താണ്, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാ സീസണിലുള്ള എല്ലാ മെമ്പേഴ്സിനും എടുത്ത് 1-ാം സീസൺ ഇത് PR വർക്ക് നമുക്കറിയില്ല. ഇതൊരു പണം ഉണ്ടാക്കാനുള്ള ചാനൽ ഉണ്ടാക്കി അതിലൂടെ യൂട്യൂബുകൾ തുടങ്ങിയിട്ട് അതിലൂടെ പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണെന്നോ അങ്ങനെയൊന്നും. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 3 ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ ദെൻ FBയിൽ വളരെ കുറച്ച് പേരെ, എനിക്ക് യൂട്യൂബിൽ എനിക്ക് ചുറ്റും ചാനലുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് ആരും ഇല്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഇപ്പം ഈ ഒരു കഥാപാത്രങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ട്, കാരണം ഇതിനകത്ത് വെച്ച് ഇവർക്കിങ്ങനെ നല്ല തിക് ഫ്രണ്ട് ആവാമെന്നുള്ളത് അധികം കൂടുതൽ പറയാൻ പറ്റത്തില്ല, കാരണം ക്യാമറ പിടിക്കും അല്ലേ. അപ്പോൾ ഈ നിമിഷം കൊണ്ട് ഇത്രയും ഫ്രണ്ടായിട്ട് കൈ വിടാതെ ത്രൂ ഔട്ട് ഏതൊരു ഫ്രണ്ടും ഇങ്ങനെ 24 hours 15 മണിക്കൂറും കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമോ? അല്ലല്ല, ഇവരുടെ പ്ലാനിങ്ങിൻ്റെ പദ്ധതിയുടെ ഭാഗമാണോ ഇതെന്ന് നോക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർ ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പ്ലാൻ, പുറത്തുനിന്നുള്ള പ്ലാൻ. കാരണം ഇപ്പം യൂട്യൂബിൽ ഇതിൽ ഷോയിൽ കയറുന്നതിന് മുമ്പ് തന്നെ രഹസ്യമായിട്ട് പലരെയും വിളിച്ചും ചർച്ച ചെയ്തും അവിടെ തന്നെ കാണാം. കയറി കഴിഞ്ഞിട്ട് കണ്ടസ്റ്റൻസിനെ കാണിക്കുമ്പോൾ അവരുടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചിട്ട് ഇതെല്ലാം ഇവരുടെ ഫ്രണ്ടാണ്, യാത്ര അയക്കാമെന്നാണ്. ഞാനൊക്കെ കയറുമ്പോഴത്തേക്ക് എൻ്റെ കോളേജിൽ പെർമിഷൻ കിട്ടണമെങ്കിൽ എഴുതി കൊടുക്കണം, ഇങ്ങനെ പോകണം. അങ്ങനെ എഴുതി കൊടുത്തു എന്ന് ഞാൻ അറിയിച്ചെന്ന് എനിക്ക് തെറി കിട്ടിയ ആളാണ്. ആരും അറിയാതെയാണ് നമ്മളൊക്കെ പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് തിരിച്ചറിയുന്നത്. ഇപ്പം അഖിൽമാരുടെ സീസണിൽ ഞാൻ കയറിയല്ലോ, അതും ഒരാളിനോട് പോലും പലരും തിരിച്ചറിഞ്ഞു വന്നപ്പോൾ എന്നോട് ചേട്ടാ എന്നാലും പറയാതെ പോയത് ഘട്ടമാണ്. നമുക്കൊരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് എന്ന് പറയുന്ന സാധനം കാത്തു സൂക്ഷിക്കുന്നവർ എപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. എത്തിക്സ് ഇല്ലാത്ത ഡോക്ടറായാലും എൻജിനീയറായാലും അഡ്വക്കേറ്റ് ആരായാലും കളിക്കാരനായാലും ആരായാലും ശരി, അല്പസമയത്തേക്ക് നമ്മൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതേ ഉള്ളൂ. അത് കഴിയുമ്പം അവരുടെ ഹൃദയത്തിൽ നിന്ന് വെളിയിൽ പോകും. അപ്പോൾ ഈ 2 ഇനി 3-മതൊരെണ്ണമുണ്ട്. 2 ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഇവരുടെ പരിപാടി. 3, ഇവർ പ്രത്യേകിച്ച് ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ എല്ലാ സീസണും എല്ലാ ലാംഗ്വേജിലെയും, തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും ഗുജറാത്തിയിലെയും ഹിന്ദി ബോളിവുഡിലെയൊക്കെ കണ്ടിട്ട് ഈ കഴിഞ്ഞ 5 സീസണിലും മലയാളികൾ കൊടുക്കാത്ത ഏതെങ്കിലും നമ്പറുകളുണ്ടോ എന്ന് കണ്ടെത്താൻ പോയിട്ടുണ്ടാവണം. കൃത്യമായിട്ട് ഹിന്ദിയിൽ ഈ സാധനമുണ്ട്. കാരണം ഹിന്ദി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ഒരു കൾച്ചറും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബോളിവുഡ് സ്റ്റൈലും നമ്മുടെ സ്റ്റൈലും വ്യത്യാസമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിക്കണം, 19 പേര് അകത്തുള്ളതിൽ 17 പേർക്കും ഇത്തരം പരിപാടി വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യിക്കാൻ പറ്റൂലേ? ഇപ്പോൾ സിജോ അതിനകത്തുണ്ട്. സിജോയ്ക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗേളിനെ ഫ്രണ്ടാക്കി എടുക്കാം, വേറൊരു ഗേളിന് വേണമെങ്കിൽ മറ്റൊരു പുരുഷനെ ഫ്രണ്ടാക്കി എടുക്കാം. ഈ ഷോയിൽ അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇതൊരു അരാജകത്വം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിൽ പർപ്പസീവായിട്ട് ഇതുണ്ടാക്കി വരണമെങ്കിൽ വേറെ എവിടെന്നോ ഇത് കണ്ടുപഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നതിലോ ലവ് അഫെയർ ഉണ്ടാകുന്നതോ, ഞാൻ പേളി മാണി സീസൺ 1 പേളി എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഞാൻ പേളി ശ്രീയേഷിൻ്റെ നല്ല സുഹൃത്താണ്. അവരുടെ ആ അഫെയറും അവരുടെ മാരേജും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. 2 കമ്മ്യൂണിറ്റിയിലുള്ളവരായിരുന്നു.
അല്ലേ? പേളിമാണി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും മറ്റേത് ബ്രാഹ്മിൺ ഹിന്ദു ആ കമ്മ്യൂണിറ്റി അതൊക്കെ അപ്രീഷിയേറ്റ്, കാരണം അതൊരു ക്വാളിറ്റി ബിഹേവിയറിൻ്റെ ഭാഗമാണ്. ഇവിടെ സംബന്ധിച്ച് വന്നപ്പോഴത്തേക്ക് ഇതിനൊരു ക്വാളിറ്റി കാണാൻ പറ്റുന്നില്ല, ഒരു മഹത്വവും കാണാൻ പറ്റുന്നില്ല. ഏത് സമയം തന്നെ ഒരുത്തരെ കൈ പിടിച്ച് ഇവിടെയും വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പണിയും ചെയ്യാതെ നടക്കുക, അവിടെ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുക, പറ്റുമ്പോൾ മാത്രം പോയി ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കതിനകത്തൊരു മഹത്വവും കാണാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യല്ല, ഞാൻ എതിർക്കുകയും ചെയ്യുന്നില്ല, സപ്പോർട്ടും ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഒരു എന്താ പറയുക, അത് സ്വയം തൻ്റെ നാശത്തിൻ്റെ കുഴി. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. ചിലർക്ക് എനിക്ക് തോന്നുന്ന ജാസ്മിനാണെന്ന് തോന്നുന്നു, അവരുടെ യൂട്യൂബിൽ മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ട്. മനസ്സിലായി? ആ മില്യൺ ഫോളോവേഴ്സ് സ്വാഭാവികമായിട്ട് കയറുന്നതിന് മുമ്പ് ധരിച്ചിട്ടുണ്ടാവാം ഇത്രയും എന്താ ബ്യൂട്ടി പ്രോഡക്ട്സ് ഏതൊക്കെ ഞാനൊന്നും കാണാറൊന്നുമില്ല. പലരും സോഷ്യൽ മീഡിയയിൽ വരുന്നതുകൊണ്ടും പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കിത് കാണാനും ചർച്ച ചെയ്യാനും റൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കേൾക്കുമെന്ന് പറയുന്നു. അത്രയും ഫോളോവേഴ്സ്. അപ്പം ഇത്രയും ഫോളോവേഴ്സ് കൊണ്ട് ഇപ്പം ഞാൻ കയറിയ സീസണിലും എൻ്റെ എതിരാളിയായിട്ട് വന്നിട്ടുള്ള ഒരു ഫോളോവർ ഉണ്ട്, ഒരു കോണ്ടസ്റ്റൻ്റ് ഉണ്ട്. അയാൾക്ക് മില്യൺസ് ഫോളോവർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പലപ്പോഴും എനിക്കെതിരെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് മില്യൺസ് ഫോളോവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മില്യൺസ് ഫോളോവർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ധാർഷ്ട്യം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് 40 ലക്ഷം, 4 മില്യൺ അല്ലെങ്കിൽ 35 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ ധരിക്കുന്നത് എന്താ, ഞാൻ അങ്ങോട്ട് കയറിയ ഉടനെ ഇവരെല്ലാവരും കൂടെ എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്യുമെന്നാണ്. പക്ഷേ എൻ്റെ ഒറിജിനൽ സ്വഭാവമാണ് അവിടെ കാണുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബിൽ മാർക്കറ്റിംഗ് വരുമ്പം തേൻ പുരട്ടിയ ചുണ്ടുകളിൽ തേൻ ഒട്ടിച്ച തേൻ തേച്ച നാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞായിരിക്കും ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഞാൻ എൻ്റെ ചാനലിൽ വന്നിരുന്ന ഈ പോക്കൃത്തരവും കാണിച്ച് വായി തോന്നിയ തെറിയും വിളിച്ചൊരു അലറി ബഹളം വെച്ചിട്ട് എൻ്റെ ഒറിജിനൽ സ്വരൂപം ഞാൻ കാണിക്കില്ലല്ലോ. കാണിക്കുമോ? ഇല്ല. ഞാനവിടെ ഏറ്റവും എങ്ങനെ ഇരിക്കും, മൂടുപട ഇട്ട രീതിയിലേ നമ്മളവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കാണിക്കുമ്പം ഞാൻ പറയുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതായിട്ടും ഞാൻ പറയുന്നത് ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഈ ധാരണയിലാണ് പലരും കയറുക. അകത്ത് പോയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോന്നിൽ വന്നപ്പോഴത്തേക്ക് ഈ ഫോളോവേഴ്സ് തിരിച്ചിറങ്ങി വരുമ്പോഴാകും മനസ്സിലാകുക ഫോളോവേഴ്സ് പലരും പോയി കഴിഞ്ഞു എന്നുള്ളത്. അതാ പറഞ്ഞത്, തിരിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നൊരു സംഭവം. 5ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പൊതുബോധവും പബ്ലിക് പ്ലേസും. പബ്ലിക് ആയിട്ടുള്ളത് ഈ 19 പേരും ന്യൂജൻ ആൾക്കാരുടെ കൂട്ടത്തിൽ വരുന്നവരും തന്നെ വിചാരിക്കാം നമുക്ക്. നമ്മളും എല്ലാം ന്യൂജൻ, എപ്പോഴും ന്യൂജനും ഓൾഡ് ജനും ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. കുറച്ചൊക്കെ കഴിയുമ്പോൾ അടുത്ത ജനറേഷൻ വരും. പക്ഷേ ഏത് ജനറേഷൻ വന്നാലും നേരത്തെ പറഞ്ഞ പൊതുബോധം, നമ്മൾ ആദ്യം സംസാരിച്ച ഏറ്റവും ബെസ്റ്റാണ്. ആ പൊതുബോധത്തിൽ നിന്ന് 17 പേരും ഇവർക്കെതിരെ പറയുന്നു. അതിനകത്ത് ആരും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനിരുന്ന് എന്നെപ്പോലെയുള്ള, ഞാനൊരു കൗൺസിലറും കൂടെ ആയിരുന്നെന്ന് അറിയാമല്ലോ. ഒരുപാട് 2000-ഓളം കൗൺസിലിംഗ് ഷോ നടത്തി 17 വർഷത്തോളം ചാനൽ ചർച്ചകളിലും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് സമൂഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് പോയ ഒരാളാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ പറയുമ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞ വസ്ത്രധാരണത്തിൻ്റെ ആണെങ്കിലും സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയിൽ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഇപ്പം ഞാൻ പറച്ചിൽ നിർത്തി. കഴിഞ്ഞ ബിഗ് ബോസിന് ശേഷം 2020 ശേഷം ഞാനിപ്പോൾ കൗൺസിലിംഗ് ഷോകളും ഇല്ല. അതെ, അതൊന്നൊക്കെ നിർത്തി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ശേഷം വരുന്നവരത് ഏറ്റെടുക്കണം. അതിവിടെ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ സീസണിലുള്ള ധാരാളം പേരും അതെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ഞാൻ ചോദിക്കുന്നത്രേ ഉള്ളൂ, ഇവരുടെ വീട്ടിലുള്ള ആൾക്കാരുണ്ട്, ഈ പറയുന്ന 2 പേരുടെയും വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, ആ പാരൻസിൻ്റെ അയൽവക്കക്കാരുണ്ട്. ഇവരെല്ലാം പുറത്തിറങ്ങിയിട്ട് അപ്പനും അമ്മയും ഏറ്റവും നന്നായി വളർത്തിയിട്ടുള്ള, നേരത്തെ പറഞ്ഞ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഒറ്റ നോട്ടം നോക്കുമ്പോൾ തന്നെ വളർത്തലിൽ എവിടെ എന്ത് എന്നുള്ള ചർച്ചകൾ വരുമ്പോൾ ആ പാരൻസിൻ്റെ അവസ്ഥ ഒരല്പം കുറച്ച് പിടിക്കുക. അല്ലെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ ഈ കമ്പനി കൂടുന്ന കുഴപ്പമില്ല, ഫ്രണ്ട്സായിട്ട് നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ഒരാൾ കൂട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ ആ കൂട്ടിൻ്റെ കാര്യം ഞാൻ അടുത്തതായിട്ട് പറയാം. ഇപ്പം പാരൻസ് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇവർക്ക് വെളിയിൽ വേറെ ലവ് അഫെയർ ഉണ്ടെന്ന് വെച്ചോളൂ. എൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുജോ മാത്യു എന്ന് പറയുന്ന മത്സരാർത്ഥി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊരു ലവർ അല്ലെങ്കിൽ പുറത്ത് നമുക്കൊരു അഫെയർ ഉണ്ട്. ആ അഫെയറുകൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ 2 പേർക്കും ആയിക്കോട്ടെ, പുറത്തുള്ള ആൾക്കാർ നമുക്കിരിക്കുകയും അകത്ത് പോയിട്ട് ഇന്നുവരെ കാണാത്ത ഒരു ഇതാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ റിയൽ, അവിടെ യഥാർത്ഥ ബിഗ് ബോസ് ഷോയാണ് വിജയിക്കുന്നത്. മനുഷ്യൻ്റെ ഒറിജിനൽ സ്വഭാവം എപ്പോൾ എങ്ങനെയെന്നുള്ളത് ചില സമയങ്ങളിൽ വ്യക്തി പോലും അറിയാതെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. കാരണം 50 ലക്ഷം രൂപയുടെ മത്സരമാണ്. മറ്റേത് ഫ്ലാറ്റായിരുന്നു നമ്മുടെ സമയത്ത്. അപ്പം 50 ലക്ഷം രൂപ എങ്ങനെയും പിടിച്ചടക്കണം. എങ്ങനെയും 50 ലക്ഷം പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമാണോ?
പിന്നെയുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ് മത്സരം, എൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 50 ലക്ഷം രൂപ എങ്ങനെ എനിക്ക് 50 ലക്ഷം നേടിയെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ പ്രവർത്തികൾ, കർമ്മഫലങ്ങൾ ഇത് ജയിച്ചാൽ പോലും എന്തുണ്ടാവില്ല, വെളിയിലിറങ്ങുമ്പോൾ ഒരു മഹത്വം ഉണ്ടാവില്ല. മാർച്ച് 10 ഈ ബിഗ് ബോസ് സീസൺ 6 വന്നപ്പോൾ തന്നെ, അതായത് ബിഗ് ബോസ് വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ അടിയാണ്. അപ്പം സീസൺ 5 രണ്ട് ഇത് പറയുന്നുണ്ട്. അഖിൽ മാരാറിൻ്റെ ടീമായിരുന്നു ഏറ്റവും, അല്ലെങ്കിൽ അവരുടെ ആ സീസൺ ആയിരുന്നു നല്ലതെന്നും ഫിറോസ് പറയുന്നു അല്ല ഞങ്ങളുടെ ആണെന്നൊരു ഇത് വന്നിരുന്നു. ഇപ്പം ഈ ഒരു 6 വരെ അല്ലെങ്കിൽ 5 വരെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഏറ്റവും നല്ല? ഇപ്പം നിങ്ങൾ പറയാം നിങ്ങൾ പോയത് തന്നെയാണ്. ജുഡീഷ്യസ് ആയിട്ട് തന്നെ പറയാം, നീതിബോധത്തോടെ തന്നെ പറയാം, അത് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ കഴിഞ്ഞ 5 സീസണുകളിൽ വിന്നർ ഉണ്ടായ സീസൺ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് സാബുമോൻ എന്ന് പറയുന്ന സീസൺ, ഒന്നാമത്തെ സീസണിലെ സാബുമോനാണ് യഥാർത്ഥത്തിൽ റിയൽ വിന്നർ. അതിന് കാരണം അന്ന് ഈ പറയുന്ന PR വർക്കുകളില്ല ഒന്നാമത്തെ സീസൺ. ഇവർ പലരും ഈ ബാക്കി മൂന്നാമത്തെ സീസൺ മുതൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അത്, സീസൺ പലരും ഇപ്പം ഇവർ ചിലരൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ മെമ്പേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും അവർക്കെതിരെ പറയുന്നു എന്ന് വെച്ചോളൂ. സപ്പോസ് അഖിൽ മാരാർക്കെതിരെ ഞാൻ എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് റോബിനെതിരെ ഞാൻ എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ചുമട്ടു തൊഴിലാളികളെ പോലെ ഏത് പറയും, മറ്റേ സപ്പോർട്ടിങ് തൊഴിലാളികൾ വരും നമ്മളെ തെറി വിളിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലും വരും, ഇവരെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുകയാണ്, ഇവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ കുറച്ച് തൊഴിലാളികളായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ കൃത്യമായിട്ട് വരും. മനസ്സിലായില്ലേ? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആരെയും സുഖിപ്പിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വിത്ത് എവിഡൻസാണ് പറയുന്നത്. ഒന്ന്, സീസൺ 1 ജനകീയമായി പോയില്ല, ജനകീയമായില്ല. ഓക്കെ, ആ ജനകീയമാവാത്തത് കൊണ്ട് സാബുമോൻ്റെ സീസൺ എന്ന് പറയുന്ന സാബുമോൻ്റെ വിന്നർ, ആ ഒരു ഷോ എല്ലാ ജനങ്ങളും ധാരാളം പേർക്കും കാണാൻ പറ്റിയിട്ടില്ല. മനസ്സിലായി? പക്ഷേ ആ സമയത്ത് PR വർക്കും ഇല്ല, ഒന്നുമില്ലാതെ പലരും പ്രതീക്ഷിച്ചത് പേളിമാണി വിജയിക്കും എന്നായിരുന്നു. ഞാൻ ആ സീസൺ കണ്ടിട്ടില്ല, ഒറ്റ എപ്പിസോഡേ ഞാൻ കണ്ടോളൂ. എനിക്ക് ബോറായിരുന്നു. കാരണം ഞാൻ തന്നെ പലയിടത്തും ഇൻ്റർവ്യൂകൾ പറഞ്ഞിട്ടുണ്ട്, എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് പോയി സിഗരറ്റ് വലിക്കുന്നതാണ്, പിന്നെ വന്നിരുന്ന് കുറ്റം പറയുന്നതാണ്, പിന്നെ എനിക്കൊരു താല്പര്യം തോന്നിയില്ല. എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, കാരണം എനിക്കിത് പോകണമെന്നുള്ള രീതി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സീസൺ 6 നോക്കിയാൽ ഇവരിൽ പലരും 5 സീസണും കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇവർ ഫ്രെയിം ചെയ്ത് പഠിച്ചിട്ടാണ് വന്നത്. പക്ഷേ വന്ന് കയറിയപ്പോൾ സാധനം മാറിപ്പോയി. സാധനം മാറിയപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. കാരണം 4 റൂമുകളായില്ലേ, ഇതെങ്ങും ഇല്ലാത്തൊരു സാധനമാണ്, പുതിയതായിട്ട് മാറ്റി പിടിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി ഇരുന്ന് ആലോചിക്കുകയാണ് എന്ത് ചെയ്താൽ പവർ റൂമിൽ കയറാം എന്നുള്ള. പക്ഷെ സീസൺ 1 എന്ന് പറയുന്നതിൽ എല്ലാ മത്സരാർത്ഥികളും കിടിലം മത്സരാർത്ഥികളായിരുന്നു. രഞ്ജിനി ഹരിദാസ്, പേളിമാണി, സാബുമോൻ, സുരേഷ് അണ്ണൻ, അർച്ചന, പിന്നെ എനിക്ക് പലരും പേരറിഞ്ഞു, ശ്വേത മേനോൻ സീസൺ അങ്ങനെയെല്ലാം വമ്പൻ താരങ്ങളായിരുന്നു, വമ്പൻ ആർട്ടിസ്റ്റുകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത ഫ്രണ്ടായിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള അഞ്ജലി അമീർ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗംഭീര ടീമുകളാണ് അതിനകത്തുണ്ടായിരുന്നത്. പക്ഷേ അത് ജനകീയമായില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബാക്കപ്പ് സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ലാസ്റ്റിൽ വിജയിച്ച സാബുമോനാണ് നമ്പർ 1 എന്നുള്ളതാണ്. പക്ഷേ കൂടെ ഞാൻ ചേർക്കുന്നു, വിന്നർ ഇല്ലാതെയും വിന്നറുകളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ ലോകത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ ജനകീയമാക്കിയ ഒരു സീസണുണ്ട്. ഏത് സീസൺ? സീസൺ 2 ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഷോ വൈറലാക്കിയത് സീസൺ 2. ഈ ഷോ കൊറോണ പീരീഡ് സമയത്ത് എയർപോർട്ടിൽ 10,000 ഉള്ള ആൾക്കാർ വന്നത്, മനസ്സിലായോ? ഈ TV-കൾ എറിഞ്ഞു പൊട്ടിച്ചത്, മൊബൈൽ ഫോണുകൾ എറിഞ്ഞു പൊട്ടിച്ചത്. അപ്പം എനിക്ക് വിന്നറിൻ്റെ കിരീടം കിട്ടിയില്ല എന്നുള്ളതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല, മനസ്സിലായോ? പക്ഷേ കോടിക്കണക്കിന് നല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടായി. ഇന്നലെ പോലും ഞാൻ ആലുവ മണപ്പുറത്ത് സ്റ്റാളുകളും അത് കാണാനായിട്ട് നടക്കുമ്പോൾ ഓരോരുത്തരും വന്ന് കെട്ടിപ്പിടിക്കുകയും ഫോട്ടോ എടുക്കുകയും 4 വർഷം കഴിഞ്ഞിട്ട് ഇരുട്ടത്ത് രാത്രി ഇപ്പം ഞാനൊരു ഫിലിമിന് വേണ്ടി താടിയും കൂടെ വളർത്തി വെച്ചേക്കുക. ഈ താടിയിൽ പോലും കണ്ടെത്തിയിട്ട് കുട്ടികളും അമ്മമാരും ആൾക്കാരും ഒക്കെ വന്ന് പിടിക്കുമ്പോഴേ ഒന്ന് ആലോചിക്കണം. ഞാൻ പറയാതെ തന്നെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. 5 സീസണിൽ വെച്ച് ലോകത്ത് ജനറലായ വൈറലായ ഇത്രയും അക്സെപ്റ്റൻസായ ഇതിനെ വൈറലാക്കിയ സീസൺ എന്ന് പറയുന്നത് സീസൺ 2 ആണ്. അതിലെ മത്സരാർത്ഥികളും കിടിലുമായിരുന്നു, കിടിലുമായിരുന്നു, മനസ്സിലായില്ലേ?
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിലേക്ക് മത്സരാർത്ഥികൾക്ക് ഡെയിലി 50,000, 60,000, 40,000, 30,000 അങ്ങനെ ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ശേഷം വരുമ്പോൾ ഉള്ള സീസണുകളിലാണ് വിന്നറുകൾ വന്നു കഴിഞ്ഞത്. ഇനിയിപ്പോൾ സീസൺ 6 ലാസ്റ്റ് വരുന്ന 5 contestants അല്ലേ, അങ്ങനെ അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കുഞ്ഞ് ഏറ്റവും പ്രധാനമാണ് കേട്ടോ. അപ്പോൾ അഖിൽമാരാർ പറയും അഖിൽമാരുടെ സീസണാണ് ബെസ്റ്റ് എന്ന്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഫിറോസ് ഡേഞ്ചറസ് ഫിറോസ് പറയും അദ്ദേഹത്തിൻ്റെ സീസണാണ് ബെസ്റ്റ് എന്ന് പറയും. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നല്ലൊരു കാര്യം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ 2 സാധനമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഈ സീസൺ വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളുകളെ അല്ലെങ്കിൽ ഗെയിമിൽ ഇവർ ബെറ്റർ ആണ്? തീർച്ചയായും ഞാൻ കഴിഞ്ഞ സീസൺ വരെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ കൊടുത്ത ഇൻ്റർവ്യൂ വെച്ച് തന്നെ ഈ ആഴ്ചയിലേക്ക് പറയുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നതിൽ ഞാൻ രതീഷിനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു ഫൈനൽ എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് ഷോയിൽ ഏത് സമയവും മാറ്റം ഉണ്ടാവും, സ്പോണ്ടേനിയസ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മുടിയൻ ഇത്ര പെട്ടെന്ന് ഒരു ദിവസം കയറി അങ്ങ് ആയത് നമ്മൾ കണ്ടതല്ലേ അല്ലേ. പക്ഷേ നമ്മളെപ്പോഴും പൊതുബോധം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം കിട്ടി വരുന്ന അതിൻ്റേതായിട്ടുള്ള ഒരു ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ബിഗ് ബോസ് ടൈറ്റിലല്ലേ കൊടുക്കുന്നത് അല്ലേ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ ആക്രിക്കും ഒക്കെ പിടിച്ച് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ 50 ലക്ഷം കൊടുത്താൽ ജനങ്ങൾ പറയില്ലേ ഇത് മണ്ടത്തരമായി പോയില്ലേ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ വരുമ്പം ഈ സീസൺ തൊട്ട് അങ്ങോട്ട് നോക്കി ഈ സീസണിൽ ഈ 2ാമത്തെ ആഴ്ചയിൽ ഇതുവരേക്കുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പം 1ാം സ്ഥാനം, അടുത്ത ആഴ്ച മാറാം കേട്ടോ. ഈ ആഴ്ചയിൽ എൻ്റെ റീഡിങ്ങിൽ 1ാം സ്ഥാനം എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ അപ്സര എന്ന് പറയുന്ന NCC കേഡറ്റ് ആർട്ടിസ്റ്റാണ്. അപ്സരയാണ് ലീഡ് ചെയ്യുന്നത്, ക്യാപ്റ്റനായിരിക്കുന്നത് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അപ്സര. 2ാമത് പറഞ്ഞ സിജോ എന്ന് പറയുന്ന പയ്യൻ, സിജോയാണ് പറഞ്ഞത്. 3ാമത് ശ്രീരേഖ എന്ന് പറയുന്ന നല്ല ക്വാളിറ്റിയിലാണ് ശ്രീരേഖയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് കളിക്കുന്നവരാണ് അപ്സരയും ശ്രീരേഖയും, ഇവരൊക്കെ സിജോയൊക്കെ ഒറ്റയ്ക്ക് കളിക്കുന്നവരാണ്, മനസ്സിലായി. ദെൻ റോക്കി ബായ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈവാണ്. ഇപ്പോൾ റോക്കി ബായ് വിജയിച്ചില്ലെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു എൻ്റെ ഉള്ളിൽ രതീഷും റോക്കി ബായും ഉണ്ട് എന്നാണ്. റോക്കി ബായ് വിജയിച്ചില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഹൃദയത്തിൽ റോക്കി ബായ് ഉണ്ടാകും. കാരണം അങ്ങനത്തെ ഒരു പഞ്ചാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് റോക്കി ബായിയെ ഞാൻ 3 അല്ലെങ്കിൽ 4 തന്നെ പ്ലേസ് ചെയ്യുന്നു. then നമ്മുടെ മുടിയൻ അവനും കയറി വരും. ഇവരൊക്കെ മിണ്ടായിരിക്കുന്നത് ഇതിൽ ആര് വേണോ മാറാൻ കേട്ടോ. അടുത്ത ആഴ്ച സംഭവം ചേഞ്ച് ആയിട്ട് വരാം. എന്നാലും ഇപ്പോൾ ഉള്ള ലീഡിങ്ങിൽ എൻ്റെ ഇവർ 5 പേരാണ്. 1 അപ്സര, അതാണ് മെയിനായിട്ട് നിൽക്കുന്നത്. നമ്മുടെ 2 പേരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസമാണ്, പക്ഷേ നമ്മളൊരു കുഞ്ഞു നിമിഷം ഒന്നിച്ചിരുന്നു. ഞാൻ എൻ്റെ മതമായി കാണുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ ഊന്നിക്കൊണ്ടല്ലാണ്ട് എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല. തുല്യത എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് കൊടുക്കുന്ന പ്രിഫറൻസ് മറ്റൊരാളെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്കിടയിൽ കുറേ എന്താ പറയുക ചർച്ചകൾ അല്ലെങ്കിൽ കയ്യാങ്കളി വരെ പോലെ ഒരു ബിഗ് ബോസ് സാർ പറഞ്ഞ പോലെ ഒരു ബിഗ് ബോസിൻ്റെ ഒരു ലെവലിലേക്ക് വരെ നമ്മൾ പോയി. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു സംസാരിച്ചതിൽ. ലാസ്റ്റ് പറഞ്ഞ പ്രണയത്തോടു കൂടി നല്ലൊരു സിനിമ ഉണ്ടാവട്ടെ. താങ്ക് യു. എനിക്കും ഉണ്ട് ഒരെണ്ണം പറയാനായിട്ട്. എൻ്റെ മതം എന്ന് പറയുന്നത് മാനവസേവ മാധവസേവ എന്നാണ്. ജനങ്ങളാണ് എൻ്റെ മതം. അതുകൊണ്ട് ഞാൻ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഈ വേദങ്ങളെല്ലാം പഠിക്കാൻ ഞാൻ ശ്രമിച്ചതും. അതുകൊണ്ടാണ് മനുഷ്യരാണ് എൻ്റെ മതം. ആ മനുഷ്യരോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു.